10 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുകയാണ്. ഒരു റോയിൽ 5 പേരുണ്ട്. അതിൽ കുറച്ച് പേര് നോർത്തിലോട്ടും കുറച്ച് പേര് സൗത്തിലോട്ടാണ്. അപ്പോൾ റോ 1-ലുള്ളവരെല്ലാം എങ്ങോട്ടാണ്? സൗത്തിലോട്ടാണ്. റോ 2-ലുള്ളവരെല്ലാം എങ്ങോട്ടാണ്? നോർത്തിലോട്ടാണ്. അതുപോലെ റോ 1-ലുള്ള ആളുകളാണ് DEFGH, റോ 2-ലുള്ള ആളുകളാണ് MNOPQ. ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് നോക്കൂ. M sits second to the right of N. Neither M nor N sits at extreme end of the row. N-ന്റെ സെക്കൻഡ് റൈറ്റ് ആണ് എന്തിരിക്കുന്നത്? M ഇരിക്കുന്നത്. അതുപോലെ M N എന്താവരുത്? എൻഡിലാവരുത്. അപ്പൊ നമുക്കറിയാം M N എന്താണ്? റോ 2-ലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും N കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രമേ എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ N ഇവിടെ കൊടുത്തു. N-ന്റെ സെക്കൻഡ് റൈറ്റ് ആര് വന്നു? M വന്നു. The one who faces M sits adjacent to G. M-നെ ഫേസ് ചെയ്യുന്ന ആള് എന്താണ്? G-ക്ക് അഡ്ജസന്റ് ആണ്. അപ്പൊ M-നെ ഫേസ് ചെയ്യുന്ന ആൾ ഇവിടെ അല്ലേ ഉണ്ടാവുക? അപ്പൊ ഇയാളെ ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് ആര് വരണം? G വരണം. അപ്പൊ G ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. N ഇവിടെ വന്നു, M ഇവിടെ വന്നു. M-നെ ഫേസ് ചെയ്യുന്ന ആള് എടുത്ത് ആര് വരാം? G വരാം. അടുത്ത പോയിന്റ് എന്താ? One person sit between G and E. E faces P. G-ന്റെ E-ന്റെ ഇടയിൽ ഒരാളുണ്ട്. E ആരെ ഫേസ് ചെയ്യുന്നത്? P-നെയാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈനെ ഇവിടെ കൊടുത്തു, ഈനെ ഫേസ് ചെയ്തിട്ട് പി ഇവിടെ കൊടുത്തു. ഈ കേസിലോ ഈ ഇവിടെ വരാം, ഇവിടെ വരാം, ഈനെ ഫേസ് ചെയ്ത് പി കൊടുക്കാം. അപ്പൊ അടുത്ത പോയിന്റ് കൂടി നോക്കാം. പി വ്യൂ ഡസന്റ് സിറ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് N. പി പറയുന്നത് N-ന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് E ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ ഇവിടെ കൊടുത്താൽ N-ന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് പി വരില്ലേ? അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഞാൻ E ഇവിടെ കൊടുത്തു, ഈയുടെ ഫേസ് ചെയ്ത് ആരെ കൊടുത്തു? പി ഇവിടെ കൊടുത്തു. അടുത്തത്, 2 persons sit between F and D. F faces Q. F-ന്റെ D-ന്റെ ഇടയിൽ എത്ര പേര് വരണം? 2 പേര് വരണം. F faces Q ആണ്. അപ്പൊ ഞാൻ F ഇവിടെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ Q-നോട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ F ഇവിടെ കൊടുത്തു, D ഇവിടെ കൊടുത്തു. F-നെ ഫേസ് ചെയ്ത് ആരെ കൊടുത്തു? Q-നെ കൊടുത്തു. ഈ കേസിലും F ഇവിടെ കൊടുത്തു, D ഇവിടെ കൊടുത്തു. F-നെ ഫേസ് ചെയ്ത് ആരെ കൊടുത്തു? Q-നെ കൊടുത്തു. ബാലൻസ് വരുന്ന ഒരാളുണ്ടല്ലോ, DEFGH. ആരുണ്ട്? H ഇവിടെ കൊടുത്തു. MNOPQ. O ഇവിടെ കൊടുത്തു. സെയിം H ഇവിടെ കൊടുത്തു, O ഇവിടെ കൊടുത്തു. ഇനി ഏതെങ്കിലും ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യണം? ക്യാൻസൽ ആയി പോകണം. എങ്ങനെ നോക്കൂ? Q doesn't sit second to the left of O. Oന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആര് വരരുത്? Q വരരുത്. ഈ പോയിന്റ് നോക്കൂ, ഇവിടെ O ഉണ്ട്. Oന്റെ സെക്കൻഡ് ലെഫ്റ്റ് ആര് വന്നു? Q വന്നു. അപ്പൊ എന്താണ്? ഈ പോസിബിലിറ്റി തെറ്റാണ്. ഇതായിരിക്കുന്നത് നമ്മളെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. If G and N interchange their positions, then who sits second to the right of N? അപ്പൊ G-യും N എന്താണ്? അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ G നിൽക്കുന്ന സ്ഥാനത്ത് ആര് വന്നു? N വന്നു. N നിൽക്കുന്ന സ്ഥാനത്ത് ആര് വന്നു? G വന്നു. എന്നിട്ട് എന്താ ചോദിച്ചത്? Who sits second to the right of N? N. അപ്പൊ N ഇപ്പൊ ഇവിടെയാണല്ലോ. N-ന്റെ സെക്കൻഡ് റൈറ്റ് ആരാണ്? 1, 2. ആൻസർ എന്താണ്? E ആണെന്ത് ആൻസർ വരും.